തൻ്റെ പൊതുജീവിതത്തിൽ കൊണ്ടു നടന്ന VS അച്യുതാനന്ദൻ എന്ന മനുഷ്യൻ്റെ വിയോഗം ഈ ആളുകളെ എത്രമാത്രം ദുഃഖിതരാക്കുന്നു എന്ന ഇവരുടെ വിളികളിൽ നമുക്ക് വ്യക്തമാണ്. ഒരുപക്ഷേ VS അച്യുതാനന്ദൻ അമരക്കാരനാണ്. VS അച്യുതാനന്ദൻ തങ്ങളുടെ ജീവിതത്തിൻ്റെ അമരക്കാരനാണെന്ന് വിശ്വസിച്ച വലിയൊരു ആൾക്കൂട്ടമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആംബുലൻസിന് അകമ്പടി സേവിക്കുന്നത്. ചേതനയേറ്റ ശരീരമായി ആംബുലൻസിനുള്ളിൽ കിടക്കുമ്പോഴും പുറത്ത് വലിയൊരു ജനാരം അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം ദർബാർ ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാലുടൻ അവിടെ പൊതുദർശനം ആരംഭിക്കും. ഈ മഴ ലേശം മാറി നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൻ്റെ സംശുദ്ധി തിരിച്ചറിഞ്ഞ മനുഷ്യരാണ് അദ്ദേഹത്തിൻ്റെ ഈ ആംബുലൻസിന് ചുറ്റും കാണുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത VS അച്യുതാനന്ദൻ എന്ന നന്മ നിറഞ്ഞ മനുഷ്യൻ്റെ ജീവിത വഴികളിൽ ഒരിക്കലും തിന്മയുടെ കാരമുള്ളകൾ നമ്മൾ കണ്ടില്ല എന്നതും ഈ ജനങ്ങൾ വളരെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു എന്നുള്ളതും മറ്റൊരു കാര്യം. ഇതൊരു വിലാപയാത്രയായി ഇവിടെ ദർബാർ ഹാളിലേക്ക് പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇതാ ഈ ആംബുലൻസിനാണുള്ളത്. ചുറ്റും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യം മുഴക്കി. അതൊരു മുദ്രാവാക്യമല്ല, അത് ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു പ്രതികരണമാണ്, ഒരു വികാര നിർഭരമായ പ്രതികരണമാണ്. അതാണ് നമ്മൾ ഈ ചുറ്റും കേൾക്കുന്നത്. അതിൻ്റെ അകമ്പടിയോടെ VS വലിയ ജനക്കൂട്ടത്തിന് നടുവിലൂടെ ദർബാർ ഹാളിലേക്ക് പോവുകയാണ്. അവസാന അന്തിമോപചാരം ഏറ്റുവാങ്ങാൻ വേണ്ടി അദ്ദേഹം ദർബാർ ഹാളിലേക്ക് പോവുകയാണ്. നമുക്കറിയാം VS അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി, ജനപ്രതിനിധിയായി, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി, മുന്നണി കൺവീനറായി, ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായി, അങ്ങനെ അദ്ദേഹം നടന്നും അദ്ദേഹം വാഹനത്തിലും അദ്ദേഹം സഞ്ചരിച്ച തിരുവനന്തപുരത്തിന്റെ ഈ വീഥികളിൽ അദ്ദേഹത്തിന്റെ നിശ്ചലമായ ശരീരം ഒരു വിലാപയാത്രയായി അതാ ഇവിടെ കൊണ്ടുപോവുകയാണ്, കടന്നു പോവുകയാണ്. ചുറ്റും പ്രവർത്തകരുടെ സ്നേഹമാണ്, അവരുടെ വികാര പ്രകടനമാണ്, ആദരവാണ്, അന്തിമോപചാരം അർപ്പിക്കലാണ്. ഇതാ ഈ സമയവും വലിയ മഴയൊക്കെ അവഗണിച്ചും നമ്മൾ തിരുവനന്തപുരത്തിന്റെ ഈ നഗരവീതിയിലെമ്പാടും കാണുന്നത്. VSന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു നഗരമാണ്, ഒരു മഹാനഗരമാണ് തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ അദ്ദേഹം നടത്തിയ വലിയ പോരാട്ടങ്ങൾ ഐതിഹാസികമായിരുന്നു. അത് ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളാണ് അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ ഈ വീഥികളിൽ കാഴ്ചവെച്ചിട്ടുള്ളത്, തെരുവുകളിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ആ പോരാട്ടം കാഴ്ചവെച്ച കേരളത്തിന്റെ എക്കാലത്തെയും സമുന്നതനായ കമ്മ്യൂണിസ്റ്റിന് ഇതാ ഈ നഗരം, ഈ മഹാനഗരം വിട നൽകുകയാണ്. വളരെ വൈകാരികമായ വിട നൽകലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്തിന്റെ ഹൃദയത്തിൽ എക്കാലവും VSന്റെ പേര് രേഖപ്പെടുത്തിയിരുന്നു. VS കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് ഈ നഗരവുമായി പതിറ്റാണ്ടുകളുടെ ഇഴപിരിയാത്ത ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഈ നഗരത്തിൽ അദ്ദേഹത്തിന്റെ ആലപ്പുഴയിൽ ആലപ്പുഴ കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അടുപ്പമുള്ള നഗരവും ഇതുതന്നെയായിരുന്നു. ഇപ്പോൾ ആംബുലൻസ് കുറച്ച് വേഗത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ദർബാർ ഹാളിൽ കാത്തു നിൽക്കുന്നവർക്ക് അരികിലേക്ക് ചേതനയേറ്റ VSന്റെ ശരീരം അല്പസമയത്തിനകം അവിടെ എത്തും. അദ്ദേഹം മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി, അങ്ങനെ എത്രയോ പതിറ്റാണ്ട് ജീവിച്ച തിരുവനന്തപുരത്ത്, അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയായിരുന്ന തിരുവനന്തപുരത്ത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായ ദർബാർ ഹാളിലേക്ക് ഇതാ അദ്ദേഹത്തിന് അന്ത്യയാത്രാ മൊഴി നൽകാൻ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തുകയാണ്. അവിടെ കാത്തു നിൽക്കുന്നത് 10,000-കണക്കിന് ആളുകളാണ്. ആ 10,000-കണക്കിന് ആളുകളുടെ അരികിലേക്ക് പ്രിയപ്പെട്ട അവരുടെ നേതാവ് VS എത്തുകയാണ്. ഇതിനോടകം എത്രയോ 10,000-ങ്ങൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് എത്തി. ഇതാ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നവർ മുഷ്ടി ചുരുട്ടി കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ അങ്ങേക്ക് മരണമില്ല എന്ന് വിളിച്ചു പറയുന്ന അതിവൈകാരിക കാഴ്ചകളാണ് തിരുവനന്തപുരത്തിന്റെ ഈ നഗരവീതിയിൽ നമ്മൾ കാണുന്നത്. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കേരള ചരിത്രത്തിൽ മറ്റൊരു ഇതിഹാസ തുല്യമായ രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പൊതുപ്രവർത്തകൻ, ഒരു നേതാവിന് അദ്ദേഹത്തിന് അർഹിക്കുന്ന വിട നൽകലാണ് തിരുവനന്തപുരം ഇപ്പോൾ നൽകുന്നത്. അതാണ് നമ്മൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വിലാപയാത്ര ദർബാർ ഹാളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനസഞ്ചയം അകമ്പടി സേവിച്ചാണ് യാത്ര.
അദ്ദേഹം സഞ്ചരിച്ച അദ്ദേഹത്തെ ഏറ്റവും സുപരിചിതമായ വഴികളിലൂടെയാണ് ഈ വാഹനവ്യൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. അലക്സ് റാം, ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ വിലാപയാത്രയ്ക്ക് തുടക്കമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വേലിക്കകത്ത് അച്യുതാനന്ദൻ, വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ഗർജിക്കുന്ന സിംഹമായ വഴിത്താരയിലൂടെ ചേതനയേറ്റ അദ്ദേഹത്തിൻ്റെ ശരീരം ഇപ്പോൾ കടന്നു പോകുന്ന ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. അലക്സ് റാം മുഹമ്മദ്. എസ് കെ സൂചിപ്പിച്ചത് ശരിയാണ്. ഇതാ ആ വിലാപയാത്രയോടെ അത് എത്ര കണ്ട് ജനസാഗരം ഒഴുകിയെത്തും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഏറ്റവും ഒടുവിൽ ഒരു നോക്ക് കാണാൻ ഈ സംസ്ഥാന പാതയിൽ, ദേശീയപാതയുടെ ഇരു ഓരങ്ങളിലും എത്ര ജനസാഗരം ഒഴുകിയെത്തുമെന്നതിൻ്റെ സൂചനയായി നമുക്കിത് കാണാം. വേലിക്കകത്ത് വീട്ടിൽ നിന്ന്, ബാർട്ടൺ ഹില്ലെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് VSന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം ദർബാർ ഹാളിലേക്ക്, സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലേക്ക് പോകുന്നു. ഇതിൽ അതിവൈകാരിക കാഴ്ച ആ വാഹനവ്യൂഹത്തെ, ആംബുലൻസിനെ അടക്കം പ്രവർത്തകരുടെ ഒരു വലിയ സംഘം അനുഗമിക്കുന്നുണ്ട്. അവർ ഉടനീളം കണ്ണേ കരളെ VSA എന്ന മുദ്രാവാക്യം വിളിയോടെ ഈ മഴയത്ത്, അതായത് ഇപ്പോൾ ഒന്ന് മഴ തോർന്നെങ്കിൽ നേരത്തെ കനത്ത മഴ ഇവിടെ പെയ്തിരുന്നു. ആ മഴയത്ത് പുറത്തിറങ്ങിയ പ്രവർത്തകരാണ് അവർ. ഈ വാഹനത്തെ, ഈ വാഹനവ്യൂഹത്തെ, ഈ ആംബുലൻസിനെ അങ്ങനെ അനുഗമിക്കുന്നതാണ് നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് ഈ വഴിയിലുടനീളം, അതായത് ഇവിടെ നിന്ന് നേരെ PMG ജംഗ്ഷൻ കടന്ന് പാളയം കടന്ന് ഇത് നേരെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി ഇരുവശത്തും നിരവധിയായി പ്രവർത്തകർ തങ്ങളുടെ നേതാവിനെ കാണാൻ തങ്ങിക്കൂടി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെ ഈ വശങ്ങളിലൊക്കെ കാണുന്നുണ്ട്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുമ്പോഴും അവരുമായിട്ടൊക്കെ തന്നെ നല്ല ബന്ധം സൂക്ഷിക്കാനും VS അച്യുതാനന്ദന് കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹത്തിന് ആശയത്തിൽ അധിഷ്ഠിതമായ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിണറായി വിജയനോട് നല്ല ബന്ധം സൂക്ഷിക്കുവാനും VS എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പിണറായിയും അങ്ങനെ തന്നെയായിരുന്നു. VS അച്യുതാനന്ദൻ എന്ന ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റിന് അർഹിക്കുന്ന ആദരം എപ്പോഴും ജീവിതത്തിൽ നൽകാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല. കാര്യം ഒരുപക്ഷെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 32 പേരിൽ ഒരാളായി മാറിയ VS അച്യുതാനന്ദൻ, കമ്മ്യൂണിസ്റ്റ് വഴിത്താരകളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ മടിച്ച VS അച്യുതാനന്ദൻ എന്നും പിണറായി വിജയന് അഭിമാനമുള്ള രാഷ്ട്രീയ നക്ഷത്രമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ജീവിതശൈലിയിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താത്ത, പറയാനുള്ള കാര്യം ആരുടെ മുഖത്ത് നോക്കിയും പറയുന്ന ആ ജീവിതത്തിന് ഏറ്റവും വലിയ ഊർജ്ജവും ഇന്ധനവുമായത് ഈ ജനങ്ങളുടെ പിൻബലം തന്നെയാണ്. ദർബാർ ഹാളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വാഹനവ്യൂഹത്തിന് അകമ്പടി സേവിക്കാൻ 10,000 ഒഴുകിയെത്തുന്നു. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അവർ വിളിച്ചു പറയുകയാണ് VSന് മരണമില്ല എന്ന്. VS നടന്നുപോയ വഴികളാണിതൊക്കെ, VSന് സുപരിചിതമായ വഴികളാണിതൊക്കെ. പാട്ടണിലേക്ക് പതിവായി അദ്ദേഹം സെക്രട്ടറിയിലേക്ക് പോയത് ഈ വഴിയിലൂടെ തന്നെയാണ്.